അപ്പോൾ നമുക്ക് വേഗം ഒരു തട്ടിക്കൂട്ട് അവിയൽ റെഡിയാക്കിയാലോ. അപ്പോൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പച്ചക്കറി അരിഞ്ഞ് വെള്ളം കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചെടിക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടെ ഒന്ന് സെറ്റാകുന്ന ദിവസമാണല്ലോ ഈ സൺഡേ. പിന്നെ രാവിലെ കണ്ടുവച്ച പേരക്കൊക്കെ പറിച്ച് ഞാൻ കയറിപ്പോയി കേട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ കുറച്ച് നേരം ടി വി കാണാമെന്ന് വെച്ചു. ഫുഡ് കഴിച്ചു. വീട്ടിലിരിക്കുന്ന ദിവസം ഉച്ച കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഉറക്കം. അതിപ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിലും ഉറങ്ങുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ സമാധാനമായിട്ട് ഉറങ്ങി എണീക്കാൻ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ എണീറ്റ് അച്ചയ്ക്ക് ചായ കൊടുത്തു. ഞാൻ കുളിച്ചു. വിളക്ക് വെക്കാറായതുകൊണ്ട് പിന്നെ തുണി കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിട്ട് വിളക്ക് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അമ്മ ശരിക്കും ഒരു ടൂർ പോയതാട്ടോ. ഇവിടുത്തെ അമ്മയും അവിടുത്തെ അമ്മയൊക്കെ ടൂർ പോയേക്കുക. അവർ ശരിക്കും അവരുടെ ഈ ലൈഫിൽ പോകാൻ പറ്റുന്നിടത്തൊക്കെ ഇനിയെങ്കിലും പോകുന്നതിൽ ഒരുപാട് സന്തോഷമുള്ള ഒരാളാട്ടോ ഞാൻ. കാരണം എന്നും കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ അവരുടെ കാര്യങ്ങൾ അവരുടെ സന്തോഷങ്ങൾ അവർ നോക്കേണ്ടതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ. നമുക്ക് അവർക്കൊക്കെ ഈ കുഞ്ഞ് ലൈഫല്ലേ ഉള്ളൂ. സോ നമ്മൾ എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ അവരും എൻജോയ് ചെയ്യണമെന്നൊരു കാഴ്ചപ്പാടാട്ടോ എനിക്ക്. അങ്ങനെ ഞങ്ങൾ ചായയോടൊക്കെ കഴിഞ്ഞ് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ ഉള്ള ടൈമിൽ രാത്രി നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വഴി കൂടെ നടക്കൂട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കിയൊക്കെ അങ്ങനെ നടന്ന് ആ ദിവസം തീർന്നു.